In this lecture video, we are going to discuss about different schools of management thought. The various approaches to the management study by different researchers and scholars have come to be known as schools of management thought. അതായത് മാനേജ്മെൻറ്റിലെ ഓരോ റിസർച്ചേഴ്സും അല്ലെങ്കിൽ ഓരോ സ്കോളേഴ്സും അഡോപ്റ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സിനെയാണ് നമ്മൾ സ്കൂൾസ് ഓഫ് മാനേജ്മെൻറ്റ് തോട്ട് എന്ന് പറയുന്നത്. ജനറലായിട്ട് മൂന്ന് മാനേജ്മെൻറ്റ് സ്കൂൾസാണ് ഉള്ളതായിട്ട് അറിയപ്പെടുന്നത്: ക്ലാസിക്കൽ മാനേജ്മെൻറ്റ് തിയറി, ന്യൂ ക്ലാസിക്കൽ മാനേജ്മെൻറ്റ് തിയറി ആൻഡ് മോഡേൺ മാനേജ്മെൻറ്റ് തിയറി. അതിൽ നമുക്ക് ഫസ്റ്റ് നോക്കേണ്ടത് ക്ലാസിക്കൽ സ്കൂൾ അല്ലെങ്കിൽ ക്ലാസിക്കൽ മാനേജ്മെൻറ്റ് തിയറി. ക്ലാസിക്കൽ മാനേജ്മെൻറ്റ് തിയറി ഇവോൾവ് ചെയ്യുന്നത് 1880s മുതൽ 1920s വരെയാണ്. മാനേജ്മെൻറ്റ് തിങ്കേഴ്സിനിടയിൽ ക്ലാസിക്കൽ സ്കൂളിനെ ട്രഡീഷണൽ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ക്ലാസിക്കൽ സ്കൂള് ഇവോൾവ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഭാഗമായിട്ടാണ്. ഇതിനകത്ത് 3 ബ്രാഞ്ചസ് ആണുള്ളത്: സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ്, ബ്യൂറോക്രാറ്റിക് ഓർഗനൈസേഷൻ. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് വാസ് ഡെവലപ്ഡ് ബൈ F.W. Taylor, administrative principles was developed by Henry Fayol, and bureaucratic organization was developed by Max Weber. ക്ലാസിക്കൽ മാനേജ്മെൻറ്റ് തിയറിയുടെ മേജർ ഡെവലപ്മെൻ്റ് ആയിരുന്നു ടൈം ആൻഡ് മോഷൻ സ്റ്റഡിയും പീസ് റേറ്റ് ഇൻസെൻറ്റീവ്സും. ക്ലാസിക്കൽ മാനേജ്മെൻറ്റ് തിയറിയിൽ വരുന്ന ഒന്നാമത്തെ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് തോട്ടായിരുന്നു സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത് ഡെവലപ്പ് ചെയ്തത് F.W. ടൈലറാണ്. F.W. ടൈലറിനെ നമ്മൾ അറിയപ്പെടുന്നത് ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്നാണ്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തിയറിയിൽ F.W. ടൈലർ പറയുന്നത് ഇറ്റ്സ് എ തിയറി ഓഫ് മാനേജ്മെൻറ്റ് ദാറ്റ് അനലൈസസ് ആൻഡ് സിന്തസിസസ് വർക്ക് ഫ്ലോ. ജോലിക്കാരുടെ ഒരു ഫ്ലോവിനെ അനലൈസ് ചെയ്യുകയും സിന്തസിസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് മാനേജ്മെൻറ്റ് എന്നാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തിയറി പ്രകാരം F.W. ടൈലർ എന്ത് ചെയ്യുന്നത് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് തിയറി അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് പ്രിൻസിപ്പിൾ. ദിസ് സ്കൂൾ ഓഫ് തോട്ട് ഈസ് ഓൾസോ കോൾഡ് ആസ് administrative or traditional principles of management. Henry Fayol is known as father of administrative management. He contributed the 14 principles of management. The emphasis of administrative management is to find best way to run an organization. Scientific management നെ നമ്മൾ ട്രഡീഷണൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഹെൻറി ഫെയോൾ ആണ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് എന്ന് പറയുന്ന സ്കൂള് ഡെവലപ്പ് ചെയ്യുന്നത്. ഇദ്ദേഹമാണ് നമ്മുടെ മാനേജ്മെന്റിലേക്ക് 14 പ്രിൻസിപ്പിൾസ് എന്ത് ചെയ്യുന്നത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഹെൻറി ഫെയോളിനെ അതുകൊണ്ട് നമ്മൾ ഫാദർ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് എന്നും അറിയപ്പെടുന്നുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റിന്റെ മെയിൻ എംഫസിസ് എന്ന് പറയുന്നത് ബെറ്റർ വേയിൽ ഓർഗനൈസേഷൻ റൺ ചെയ്യുക എന്നുള്ളതാണ്. തേർഡ് വൺ എന്ന് പറയുന്നത് ബ്യൂറോക്രാറ്റിക് ഓർഗനൈസേഷൻ ആണ്. ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ മാക്സ് വെബർ. It contains 2 essential elements: structuring an organization into a hierarchy and having clearly defined rules. ഒരു ഓർഗനൈസേഷനെ പ്രോപ്പർ സ്ട്രക്ചറിൽ പ്രോപ്പർ ഹയറാർക്കിയിൽ എന്ത് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക. അതിനുശേഷം അതിന് ഡിഫൈൻഡ് ആയിട്ടുള്ള റൂൾസ് എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ബ്യൂറോക്രാറ്റിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ക്ലാസിക്കൽ സ്കൂളിൻ്റെ ഫീച്ചേഴ്സാണ്. ഒന്നെന്ന് പറയുന്നത് study of formal organization ആണ്. The classical school concentrated on the study of formal organization. It laid emphasis on division of labor, specialization, structure, scalar chain, functional process and span of control. ഒരു ഫോർമൽ ഓർഗനൈസേഷൻ്റെ പുറത്തുള്ള സ്റ്റഡിയാണ് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റഡിയാണ് ഇതെന്ന് പറയുന്നത് ക്ലാസിക്കൽ സ്കൂൾ എന്ന് പറയുന്നത്. ഇത് കൂടുതൽ എംഫസിസ് കൊടുക്കുന്നത് ഡിവിഷൻ ഓഫ് ലേബർ, സ്പെഷ്യലൈസേഷൻ, സ്കാലർ ചെയിൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ്. അല്ലെങ്കിൽ 14 പ്രിൻസിപ്പിൾസിനാണ് കൂടുതൽ എന്ത് ചെയ്യുന്നത് എംഫസിസ് കൊടുക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് മാനേജീരിയൽ എക്സ്പീരിയൻസ് ആണ്. മാനേജ്മെന്റ് ഈസ് ദ സ്റ്റഡി ഓഫ് മാനേജീരിയൽ എക്സ്പീരിയൻസ്. ഇഫ് ദ എക്സ്പീരിയൻസസ് ആർ സ്റ്റഡീഡ് ആൻഡ് സർട്ടൻ ജനറലൈസേഷൻസ് ആർ derived from them. If the experiences are studied and certain generalizations are derived therefrom, these would help the practicing manager. മാനേജ്മെന്റ് എന്ന് പറയുന്നത് മാനേജീരിയൽ എക്സ്പീരിയൻസിന് പുറത്തുള്ള ഒരു സ്റ്റഡിയാണ്. ഇപ്പോൾ എക്സ്പീരിയൻസ് ഉള്ള ഒരാളിനെ സ്റ്റഡി ചെയ്യുമ്പോൾ അയാളിൽ നിന്ന് നമുക്ക് പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ പല കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. ഇത് മറ്റ് മാനേജേഴ്സിന് എന്ത് ചെയ്യുന്നതാണ്, ഹെൽപ്പ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എംഫസിസ് ഓൺ ഓർഗനൈസേഷൻ സ്ട്രക്ചർ.
The classical theory emphasized on organization structure for coordination of various activities. They ignored the role of human element. ക്ലാസിക്കൽ സ്കൂൾ എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ മാത്രം എംഫസിസ് ചെയ്തുകൊണ്ടിരുന്ന സ്റ്റഡി ആയിരുന്നു. ഇത് ഹ്യൂമൻ എലമെന്റിനെ ഫുള്ളായിട്ട് മാനേജ്മെന്റിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഒഴിവാക്കി നിർത്തുന്നു. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വർക്കേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഫോർമൽ കമ്മ്യൂണിക്കേഷൻസ്. ഇഫ് ഡിഫൈൻ ടാസ്ക് ആൻഡ് അക്കൗണ്ടബിലിറ്റി and formalized procedure and practice to minimize conflict between them. ക്ലാസിക്കൽ സ്കൂള് ഒരു ഫോർമൽ കമ്മ്യൂണിക്കേഷനെയാണ് എന്ത് ചെയ്തിരുന്നത്, എംഫസിസ് കൊടുത്തിരുന്നത്. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ ആൾക്കാരുടെ ഇടയിൽ ഒരു അക്കൗണ്ടബിലിറ്റി ജനറേറ്റ് ചെയ്യുകയും അത് വർക്കേഴ്സിന് ഇടയിൽ ഒരു കോൺഫ്ലിക്റ്റ് ലഘൂകരിക്കാനും അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ഇല്ലാതാക്കാനും അവരെന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് എന്ന് പറയുന്നത് മോട്ടിവേറ്റഡ് ബൈ എക്കണോമിക് റിവാർഡ്സ്. Worker is essentially an economic man who can be motivated basically by economic reward. Money is considered as the main motivator under this theory. ഈ തിയറി പ്രകാരം വർക്കറിനെ ഒരു എക്കണോമിക് മാൻ ആയിട്ടാണ് കാണുന്നത്. മണി എന്ന് പറയുന്ന അല്ലെങ്കിൽ പൈസ എന്നുള്ള കാര്യം കൊണ്ട് ഒരാളിനെ മോട്ടിവേറ്റ് ചെയ്യാമെന്നാണ് ഈ തിയറി എന്ത് ചെയ്യുന്നത്, എംഫസിസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻക്രീസസ് ഇൻഡിവിജ്വൽ എഫിഷ്യൻസി. ഓർഗനൈസേഷൻ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും ഇൻഡിവിജ്വൽ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നതിലൂടെ എന്നാണ് ഈ തിയറി എന്ത് ചെയ്യുന്നത്, എംഫസിസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സെൻട്രലൈസേഷൻ ഓഫ് അതോറിറ്റി. ദ ഇന്റഗ്രേഷൻ ഓഫ് ദ ഓർഗനൈസേഷൻ ഈസ് അച്ചീവ്ഡ് ത്രൂ ദ അതോറിറ്റി ആൻഡ് കൺട്രോൾ ഓഫ് ദ സെൻട്രൽ മെക്കാനിസം. ദസ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സെൻട്രലൈസേഷൻ ഓഫ് അതോറിറ്റി. ഈ തിയറി പ്രകാരം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ മെക്കാനിസം ഉണ്ടെങ്കിൽ മാത്രമേ അതോറിറ്റിയും കൺട്രോളും അവിടെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഓർഗനൈസേഷൻസ് സെൻട്രലി എന്തായിരിക്കണം, ഓൺഡ് ആയിരിക്കണം അല്ലെങ്കിൽ സെൻട്രലി കൺട്രോൾഡ് ആയിരിക്കണം. ഓർഗനൈസേഷൻസ് എപ്പോഴും സെൻട്രലി കൺട്രോൾഡ് ആയിരിക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് നോ കോൺഫ്ലിക്റ്റ് ആണ്. ദെയർ ഇസ് നോ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദ ഇൻഡിവിജ്വൽ ആൻഡ് ദ ഓർഗനൈസേഷൻ. ഇൻ ദ കേസ് ഓഫ് എനി കോൺഫ്ലിക്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഓർഗനൈസേഷൻ ഷുഡ് പ്രിവൈൽ. ഈ തിയറി പ്രകാരം പറയുന്നത് ഓർഗനൈസേഷൻസ് തമ്മിലോ വ്യക്തികൾ തമ്മിലോ യാതൊരു കോൺഫ്ലിക്റ്റും ഉണ്ടാവത്തില്ല. കോൺഫ്ലിക്റ്റ് ഉണ്ടായാൽ കൂടി ഓർഗനൈസേഷന്റെ ബെനഫിറ്റിനാണ് അവിടെ എന്ത് കൊടുക്കേണ്ടത്, മുൻതൂക്കം കൊടുക്കേണ്ടത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നീഡ് ഫോർ ഫോർമൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. The classical school is based on the study of past managerial experience and case of various organizations. It implies that formal education and training is required for developing managers. Classical school ബേസ് ചെയ്യുന്നത് മാനേജീരിയൽ എക്സ്പീരിയൻസസിനെയാണ്. ഇതിൽ നിന്നും മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജേഴ്സിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഫോർമൽ എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും അത്യാവശ്യമാണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്ലാസിക്കൽ തിയറിയുടെ ക്രിറ്റിസിസം ആണ്. അതിലൊന്നാമത്തെ ക്രിറ്റിസിസം ആയിട്ട് പറയുന്നത് നാരോ വ്യൂ ഓഫ് ഓർഗനൈസേഷൻ ആണ്. ദ വാല്യൂ ഓഫ് ക്ലാസിക്കൽ തിയറി ഈസ് ലിമിറ്റഡ് ബൈ ഇറ്റ്സ് നാരോ കോൺസെൻട്രേഷൻ ഓൺ ദ അനാട്ടമി ഓഫ് ഫോർമൽ ഓർഗനൈസേഷൻ. ഇൻ ഓർഡർ ടു അച്ചീവ് rationality, the classical writers ignored the human relations act. ക്ലാസിക്കൽ തിയറി എന്ന് പറയുന്നത് ഫോർമൽ ഓർഗനൈസേഷനിൽ മാത്രം കോൺസെൻട്രേറ്റഡ് ആണ്. ഹ്യൂമൻ റിലേഷൻസിന് അവർ യാതൊരു വിലയും കൊടുക്കുന്നില്ല. അതായത് ഓർഗനൈസേഷനെ മാത്രം വ്യൂ ചെയ്ത് കൊണ്ട് നിൽക്കുന്ന രീതിയിലുള്ള തിയറിയാണ് ഏതെന്ന് പറയുന്നത് ക്ലാസിക്കൽ തിയറി എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അസംഷൻ ഓഫ് ക്ലോസ്ഡ് സിസ്റ്റം. ക്ലാസിക്കൽ തിയറിസ്റ്റ് viewed organization as a closed system, that is having no interaction with environment. ക്ലാസിക്കൽ തിയറി ഡെവലപ്പ് ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് സിസ്റ്റം ആയിട്ടാണ്. അതായത് ഈ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിനോ അല്ലെങ്കിൽ ഈ ഒരു ഓർഗനൈസേഷനോ മറ്റൊരു ഓർഗനൈസേഷനുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ള ഒരു അസംഷന്റെ പുറത്താണ് എന്ത് വന്നേക്കുന്നത്, ക്ലാസിക്കൽ തിയറി ഡെവലപ്പ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അസംഷൻ അബൌട്ട് ഹ്യൂമൻ ബിഹേവിയർ ആണ്. ദ ഹ്യൂമൻ ബീയിങ് were treated like any other factor of production. They are supposed to obey the superior. ക്ലാസിക്കൽ തിയറി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ്റെ ഒരു ഫാക്ടറും മാത്രമാണ് ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നത്. ഹ്യൂമൻ ബീയിങ്സ് എപ്പോഴും സുപ്പീരിയേഴ്സിനെ ഒബേ ചെയ്യണം എന്നുള്ളൊരു അസംഷനിലാണ് ക്ലാസിക്കൽ തിയറി എന്ത് ചെയ്തേക്കുന്നത്, ഡെവലപ്പ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എക്കണോമിക് റിവാർഡ് ആസ് മെയിൻ മോട്ടിവേഷൻ. ദ അസംഷൻ ദാറ്റ് പീപ്പിൾ അറ്റ് വർക്ക് ക്യാൻ ബി മോട്ടിവേറ്റഡ് സോൾലി ത്രൂ എക്കണോമിക് റിവാർഡ്സ് is also wrong. Several researchers in human behavior has contradicted this assumption. Non-monetary factors like better status and job enrichment can also motivate the workers. Classical theory
ഡെവലപ്പ് ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കണോമിക് അല്ലെങ്കിൽ മണി മാറ്റർ കൊണ്ട് മാത്രമേ നമുക്ക് ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ്. എന്നാൽ സൈക്കോളജിസ്റ്റ് എല്ലാം ഈ ഒരു അസംഷനെ എന്ത് ചെയ്യുന്നുണ്ട്, നിരാകരിക്കുന്നുണ്ട്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെറ്റർ ജോബ് സ്റ്റാറ്റസോ അല്ലെങ്കിൽ ജോബ് എൻറിച്ച്മെന്റോ ഉണ്ടെങ്കിൽ ഒരാളിനെ എന്ത് ചെയ്യാൻ പറ്റും, മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലാക്ക് ഓഫ് എംപിരിക്കൽ വെരിഫിക്കേഷൻ ആണ്. ദ ക്ലാസിക്കൽ പ്രിൻസിപ്പിൾസ് ആർ മോസ്റ്റ്ലി ബേസ്ഡ് ഓൺ ദ പേഴ്സണൽ എക്സ്പീരിയൻസ് ആൻഡ് ലിമിറ്റഡ് ഒബ്സർവേഷൻ ഓഫ് ദ പ്രാക്ടീഷണേഴ്സ്. ഈ ക്ലാസിക്കൽ പ്രിൻസിപ്പിൾ ഡെവലപ്പ് ചെയ്തേക്കുന്നത് കുറച്ച് പേരുടെ മാത്രം പേഴ്സണൽ എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലാക്ക് ഓഫ് യൂണിവേഴ്സാലിറ്റി ഓഫ് പ്രിൻസിപ്പിൾസ്. ക്ലാസിക്കൽ തിയറിസ്റ്റ് claim that their principles have universal application. This suggests that the same principle can be applied in different organization, different management levels in the same organization and different functions of the same organization. The empirical researchers, however, suggest that none of these principles have such characteristics. Classical theorists പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്ന് പറയുന്ന ഈ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻസ് ഉള്ളതാണ്. ഈ പ്രിൻസിപ്പിൾസ് ഡിഫറെൻറ്റ് ഓർഗനൈസേഷനിലും ഡിഫറെൻറ്റ് മാനേജ്മെൻറ്റ് ലെവൽസിലോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഫങ്ഷൻ ഏരിയാസിലോ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. എന്നാൽ എംപിരിക്കൽ റിസർച്ചേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു ക്യാരക്ടേഴ്സും ഈ ക്ലാസിക്കൽ തിയറീസിന് ഇല്ല എന്നാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് excessive emphasis on rules and regulations. Weber's ideal bureaucracy, a major constituent of classical theory, suggests strict adherence to rules and regulations. The scope for individual initiative is thus limited. This results in red tapeism in the organization. വെബറിന്റെ ഐഡിയൽ ബ്യൂറോക്രസി ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസിനും റെഗുലേഷൻസിനുമാണ്. അപ്പോൾ ഇൻഡിവിജ്വൽസിന് ഒരു വെറൈറ്റി അല്ലെങ്കിൽ ഒരു ഫ്രീഡത്തിൽ വർക്ക് ചെയ്യാൻ ഇതെന്ത് ചെയ്യത്തില്ല, ഹെൽപ്പ് ചെയ്യത്തില്ല.